شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي من الصالحين فبشرناه بغلام حليم. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക വിശ്വാസികളുടെ കണ്ണും കാതും കൽബും മക്കയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഏറെ മഹനീയമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളൂ. ഇപ്രാവശ്യം ഹജ്ജിന് അവസരം ലഭിച്ചിരിക്കുന്ന വിശ്വാസികളിൽ നല്ലൊരു വിഭാഗം ആളുകൾ മക്കയിലും മദീനയിലുമായി എത്തി ഉംറ നിർവഹിച്ച് കഅബയെ തവാഫ് ചെയ്ത് 5 നേരത്തെ മസ്ജിദുൽ ഹറമിലെയും മസ്ജിദ് നബവിയിലെയും ഒക്കെ തന്നെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഹജ്ജിനെ കാത്തിരിക്കുന്ന സന്ദർഭം. ബാക്കി ഉള്ള ആളുകൾ പോകുവാനുള്ള ഒരുക്കത്തിലാണ്. ശരീരം കൊണ്ട് നാട്ടിലാണെങ്കിലും ഹൃദയം കൊണ്ട് അവിടെ എത്തി മനസ്സുകൊണ്ട് അവർ ഇപ്പോൾ കഅബയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ യാത്ര അയച്ചുകൊണ്ടിരിക്കുന്ന പോവാൻ ഈ വർഷം സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെയും അവസരം ലഭിച്ചിട്ടില്ലാത്ത, ഭാവിയിൽ എന്നാണ് ആ കഅബാലയം ഒന്ന് കാണുവാൻ, അതിനെ ഒന്ന് തവാഫ് ചെയ്യുവാൻ, അതിനെ ഒന്ന് ചുറ്റുവാൻ, ഹജറുൽ അസ്വദിൽ ഒന്ന് മുത്തുവാൻ എന്നാണ് അവസരം ലഭിക്കുക എന്ന കൊതിയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കെല്ലാം എപ്പോഴാണ് ഏറ്റവും അനുയോജ്യമായ അതിനുള്ള സമയം, ആ സന്ദർഭത്തിൽ അല്ലാഹു അതിനുള്ള അവസരം നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്രാവശ്യം ഹജ്ജിന് പുറപ്പെടാനിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും
മഖബൂലും മബ്രൂറുമായ നിലക്ക് അത് നിർവഹിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ജനിച്ചു വീണ കുഞ്ഞിന്റെ നൈർമല്യത്തോടുകൂടി നിഷ്കളങ്കതയോടുകൂടി പരിശുദ്ധിയോടുകൂടി തിരിച്ചു വരുവാൻ അള്ളാഹു അവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സും കഅബയിലേക്കും മസ്ജിദുൽ ഹറമിലേക്കും അതേപോലെ തന്നെ വിശുദ്ധ മക്കയിലേക്കും ജസീറത്തുൽ അറബിലേക്കും തിരിയേണ്ടുന്ന സന്ദർഭമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ ആരംഭം മുതൽ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്നാണോ സംഭവിച്ചത് അന്ന് മുതൽ അള്ളാഹു ആദരിച്ചിരിക്കുന്ന മണ്ണാണ് മസ്ജിദുൽ ഹറമിന്റെ മണ്ണ്. അള്ളാഹു ആദരിച്ചിരിക്കുന്ന ഭൂമിയാണ് മക്കയുടെ ഭൂമി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മണ്ണ് ഏതാണ് എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി മക്കയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് നീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർബന്ധിത സന്ദർഭത്തിൽ നാട് വിടേണ്ടി വന്നപ്പോൾ കളിച്ചു വളർന്ന ചെറുപ്പം ചെലവഴിച്ച തന്റെ ബാല്യം കഴിച്ചുകൂട്ടിയ ആ മക്ക വിട്ട് പോകേണ്ടി വന്നപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിടുന്നത്. നമുക്കറിയാം, ഫത്ഹു മക്കയുടെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ന ഹാദൽ ബലദ് ഹറമഹുല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ഈ മണ്ണിനെ, വിശുദ്ധ ഹറമിനെ, മസ്ജിദുൽ ഹറം ഉൾക്കൊള്ളുന്ന മണ്ണിനെ, ആ നാടിനെ, മക്കയെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. യൗമ ഖലഖസ് സമാവാതി വൽ അർള്. എന്നാണോ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത് അന്ന് മുതൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുതലല്ല മക്കയുടെ പവിത്രത ആരംഭിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതലുമല്ല മക്കയുടെ പവിത്രത ആരംഭിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം മുതലുമല്ല മക്കയുടെ പവിത്രത ആരംഭിക്കുന്നത്. മറിച്ച് അതിനുമൊക്കെ എത്രയോ മുൻപ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ അള്ളാഹു മക്കയെ ആദരിച്ചിരിക്കുന്നു, ഇതിനെ പവിത്രമാക്കിയിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു മക്കയുടെ ദിവസം തന്റെ ഖുത്ബയിൽ പ്രഖ്യാപിക്കുന്നത്. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ആ ഹുർമത്ത്, ആ പവിത്രത, ആ വിശുദ്ധി ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്യും. അതിന്റെ വിശുദ്ധി അവസാനിക്കുകയില്ല. അതിന്റെ ആ ഒരു ഹുർമത്ത്, അതിന്റെ ആ ഒരു പവിത്രത, അത് ഈ ലോകം എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം തുടരുകയും ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് ഏതാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പള്ളികളാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പള്ളികളാണ്. അതിന്റെ തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഇടം അത് മാർക്കറ്റുകളാണ് എന്നുമാണ്. അത് ബിസിനസ് തെറ്റാണ് എന്നുള്ളത് കൊണ്ടല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് അമ്പിയാക്കള്, അതേപോലെ തന്നെ അമ്പിയാക്കളുടെ സഹോദരങ്ങൾ, അമ്പിയാക്കളുടെ സുഹൃത്തുക്കൾ, സിദ്ദീഖുൽ അക്ബറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ബിസിനസ്സുകാരായിരുന്നു. പക്ഷേ ആ അങ്ങാടിയിൽ, മാർക്കറ്റിൽ ആളുകൾ കൂടുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രയാസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ പോകുന്നത്, ആ ആവശ്യം പൂർത്തീകരിച്ചാൽ അവിടുന്ന് നിങ്ങൾ തിരിച്ചു പോരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ ഹദീസിൽ പറയുന്ന പ്രധാന ഭാഗം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അത് പള്ളികളാണ്. പള്ളികളിൽ എത്ര സമയം നമുക്ക് കഴിച്ചു കൂട്ടാൻ സാധിക്കും അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നർത്ഥം. ഇനിയും ആ പള്ളികളിൽ തന്നെ 3 പള്ളികളെ അള്ളാഹു ശ്രേഷ്ഠമാക്കി. 3 പള്ളികൾക്ക് അള്ളാഹു പ്രത്യേകമായ ശ്രേഷ്ഠത കൽപ്പിച്ചു. അതിലൊന്നാമത്തേത്, അതിലേറ്റവും ആദ്യത്തേത് മസ്ജിദുൽ ഹറമാണ്. ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി, തവാഫിന് വേണ്ടി നാം വിശ്വാസികൾ പോകുന്ന ആ ഇടം, അതാണ് ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. എന്നിട്ട് ആ 3 പള്ളികൾ, ഒന്ന് മസ്ജിദുൽ ഹറം, രണ്ടാമത്തേത്
മസ്ജിദുൻ നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്തെ കുറിച്ചുള്ള ചിന്ത, അങ്ങനെ ഒരുപാട് പോസിറ്റീവായ ഒരു മാനസികാവസ്ഥ, ഒരു പക്ഷെ റമദാനിനെ പോലെ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും റമദാനിനപ്പുറം അള്ളാഹു ഒരുപാട് ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്ന സമയമാണ് ഈ ഒരു ദിൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം, ദിൽഹിജ്ജ മുതലുള്ള സമയം എന്ന് പറയുന്നത്. ഇന്ന ഇദ്ദത്തുശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ ഫീ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അങ്ങനെയാണ്. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ അങ്ങനെ തന്നെയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറം, അതിൽ നിന്ന് 4 മാസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ ശ്രേഷ്ഠത കൽപ്പിച്ചപ്പോ ചില സ്ഥലങ്ങൾക്കുള്ള ശ്രേഷ്ഠത, ചില സമയങ്ങൾക്കുള്ള ശ്രേഷ്ഠത. ഇവിടെ സമയത്തെക്കുറിച്ച്, സന്ദർഭത്തെക്കുറിച്ച്, മാസങ്ങളെക്കുറിച്ച് 4 മാസങ്ങൾ അതിൽ പവിത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നേരിട്ട് പഠിപ്പിക്കുന്നു. അതിന്റെ വിശദീകരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സലാസത്തുൻ മുതവാലിയാത്ത്, 3 മാസങ്ങൾ അതിൽ തുടർച്ചയായി വരുന്നതാണ്. അതിന്റെ കാരണം എന്താണ്? അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, 3 മാസങ്ങൾ. ഈ 3 മാസങ്ങളും മുതവാലിയ, തുടർച്ചയായി വരുന്നതാണ്. പഴയ കാലത്തൊക്കെ, ഇന്നിപ്പോ ഹജ്ജിന്റെ തൊട്ട് തലേന്ന് വരെ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടാകും, ഒരാഴ്ച മുമ്പ് പോകുന്നവരുണ്ടാകും, 10 ദിവസം മുമ്പ് പോകുന്നവരുണ്ടാകും. എന്നാൽ പഴയ കാലത്ത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദീർഘമായ യാത്രയാണ്. അതുകൊണ്ട് തന്നെ 3 മാസക്കാലം തുടർച്ചയായി ഹജ്ജിന്റെ മാസമായ ദിൽഹിജ്ജ മാസവും അതിന്റെ തൊട്ട് മുൻപുള്ള ദുൽഖഅദും ഹജ്ജിന്റെ മാസം കഴിഞ്ഞാലുള്ള മുഹറമും ചേർത്തുകൊണ്ട് 3 മാസത്തെ അള്ളാഹു പവിത്രമാക്കി. ഇത് പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ മാസങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപുള്ള ജാഹിലിയ കാലത്തുള്ള ആളുകളടക്കം ഈ ഒരു പവിത്രത കൽപ്പിച്ചിരുന്നു. ആ മാസത്തിൽ അവര് യുദ്ധം ചെയ്യുമായിരുന്നില്ല, ആ മാസത്തിൽ അവര് അക്രമം കാണിക്കുമായിരുന്നില്ല. ഹറമിലേക്ക് പ്രവേശിച്ചാൽ ഒരാൾക്ക് ലഭിക്കുന്ന അതേ സുരക്ഷിതത്വം ആ മാസത്തേക്ക് പ്രവേശിച്ചാൽ, മുഹറമിലേക്കും അതേപോലെ തന്നെ ദുൽഖഅദിലേക്കും ദുൽഹിജ്ജയിലേക്കും പ്രവേശിച്ചാൽ അവർക്ക് ലഭിക്കുമായിരുന്നു. അത്രയും പവിത്രതയാണ് ഈ മാസത്തിന് അവർ നൽകിയിരുന്നത്. അതിൽ പെടാത്ത മറ്റൊന്ന് വെച്ചാൽ 3 മാസം തുടർച്ചയായിട്ടും അതിനോട് ചേരാത്ത കുറച്ചകലെ നിൽക്കുന്ന റജബ് മാസവും, ഈ 4 മാസങ്ങൾക്കാണ് അള്ളാഹു പ്രത്യേകമായ പവിത്രത നൽകിയത്. ഇവിടെ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിൽഹിജ്ജ മാസത്തിലേക്ക്, ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഒരു സമാധാനവും, അതിന്റെ ഒരു ശാന്തതയും, അതിന്റെ ഒരു സന്തോഷവും, അതിന്റെ ഒരു പുണ്യവും, അതിന്റെ ഒരു നന്മയും നുകരുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ റമദാൻ മാസം വരുമ്പോൾ നമ്മൾ എല്ലാവരും നാടും നഗരവും പള്ളിയും പട്ടണവും ഒക്കെ ഒരുങ്ങും. ആ സമയത്തിന് റമദാനിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ റമദാനിനെ പോലെ ആ റമദാനിലുള്ള അവസാനത്തെ 10 ദിവസങ്ങൾക്ക് നൽകപ്പെട്ടത് പോലെ തന്നെ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞ, പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഏത് കർമ്മങ്ങൾ ചെയ്താലും, ഏത് നന്മ ചെയ്താലും അതിന് പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട 10 ദിനങ്ങളുള്ള മാസമാണ് ദിൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിന്റെ ആരംഭത്തിൽ സത്യം ചെയ്ത് പറയുന്ന വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് പറയുന്നതിന്റെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അത് ദിൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളായിട്ടുള്ളതാണ്. ആ ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്ലാമിലുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം ആ ദിവസങ്ങളോട് യോജിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഷഹാദത്ത് അത് എല്ലാ കാലത്തും ഉണ്ട്, സ്വലാത്ത് അത് എല്ലാ കാലത്തും ഉണ്ട്, ആ ദിൽഹിജ്ജ മാസത്തിലും സ്വലാത്ത് ഉണ്ട്. സക്കാത്ത്, ആ സക്കാത്തുമായി ഒരു നേർക്ക് നേരെ ബന്ധമില്ലായെങ്കിലും മറ്റ് ആരാധനാ കർമ്മങ്ങളുടെയൊക്കെ സ്വീകാര്യത സക്കാത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ അതിനെയും അതുമായി ബന്ധപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സൗമ്, ദുൽഹിജ്ജ മാസത്തിലുള്ള അറഫ നോമ്പടക്കമുള്ള സുന്നത്ത് നോമ്പുകൾ, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസത്തിൽ ദുൽഹജ്ജ് 9 മാത്രമല്ല, ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കാണുവാൻ സാധിക്കും. അത് പൂർണ്ണമായും സ്വീകാര്യമാണെന്ന് പറയപ്പെടുന്നില്ല, എന്നാലും ചില റിപ്പോർട്ടുകൾ അങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ എന്തായാലും ദുൽഹിജ്ജ 9 നോമ്പില്, അറഫ നോമ്പിൽ നമുക്ക് ആർക്കും സംശയമില്ല, ആ രീതിയിൽ നോമ്പുമായി ഇതിന് ബന്ധമുണ്ട്. മറ്റൊരു സമയത്തും ഇല്ലാത്ത പ്രധാനപ്പെട്ട ആരാധനയായ
ഹജ്ജ് നിർവഹിക്കേണ്ടുന്ന സമയം ദിൽഹിജ്ജ മാസത്തിലാണ്. അതേപോലെ തന്നെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളൊന്നായ ഉദ്ഹിയ്യത്ത് അത് ഈ സമയത്താണ്. ഉംറ നിർവഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉംറ നിർവഹിക്കുന്നത് ഈ സമയത്താണ്. അങ്ങനെ ഓരോ ആരാധനാ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും. മൽ അമലു ഫി അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അഫ്ളലു മിൻ അമലിൻ ഏത് സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാളും പുണ്യമാണ്. ഈ 10 ദിവസങ്ങൾ ദിൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള സമയത്തുള്ള പുണ്യകർമ്മങ്ങൾ മറ്റേത് സമയത്തുള്ളതിനേക്കാളും പുണ്യമാണ്. അപ്പോ ഏത് സമയത്ത് മറ്റേത് കർമ്മങ്ങൾ ചെയ്താലും അതിനേക്കാൾ പുണ്യം ഈ സമയത്തുള്ള സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയാണ്, പ്രവാചകരെ, വൽ ജിഹാദു, മറ്റു സമയത്ത് ജിഹാദ് ചെയ്താൽ പോലും കിട്ടാത്ത അത്ര പുണ്യം ഈ സമയത്തുള്ള സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അങ്ങനെ തന്നെയാണ്. ഖാല വൽ ജിഹാദ് ഇല്ലാ റജുലൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ ബിശൈഇൻ, എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ പൂർണ്ണമായ സമ്പത്തും അവന്റെ ജീവനുമായി ജിഹാദിനൊരുങ്ങി, എന്നിട്ട് അവൻ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു ജിഹാദിന് വേണ്ടിയിട്ട്, ധർമ്മസമരത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവൻ ജിഹാദ് ചെയ്ത് ഷഹീദാവുകയും ചെയ്തു. അവന് കിട്ടുന്ന ഒരു കൂലി കിട്ടല്ലോ, അത് ഏത് സമയത്ത് ചെയ്താലും അതിന്റെ കൂലി അയാൾക്ക് കിട്ടും. എന്നാൽ അതല്ലാത്ത ഏത് കർമ്മങ്ങളും മറ്റു സമയത്ത് ചെയ്യുന്നതിനേക്കാൾ പുണ്യം ദിൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്താൽ കിട്ടും. അതാണ് ഈ സമയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നിലയ്ക്ക് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാളും ദിൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 10 വരെ നമസ്കരിച്ചാൽ നമുക്ക് ലഭിക്കും. സുന്നത്ത് നോമ്പിന് ലഭിക്കും, ഖുർആൻ പാരായണത്തിന് ലഭിക്കും, ദിക്റിന് ലഭിക്കും, അതേപോലെ തന്നെ ദുആയ്ക്ക് ലഭിക്കും, ഇസ്തിഗ്ഫാറിന് ലഭിക്കും, മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ ലഭിക്കും. അങ്ങനെ ഏതൊക്കെ പുണ്യം ഇസ്ലാമിലുണ്ടോ ആ പുണ്യത്തിനെല്ലാം മറ്റു സമയത്ത് ലഭിക്കാത്ത അത്ര പുണ്യം ഈ ഒരു സമയത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പം ഈ ഒരു ബോധം ഈ ഒരു സമയത്തിന്റെ പ്രാധാന്യം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല. ഇതിന് ഇത്ര പുണ്യമുണ്ട്. റമദാനിൽ നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ പള്ളിയിൽ ഇരിക്കുന്നത്? റമദാനിൽ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സദക്ക കൊടുക്കുന്നത്? റമദാനിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്നത്? റമദാനിൽ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നത്? അത് റമദാനിൽ അതിന് പുണ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നോമ്പ് ഫർളാണ്, അല്ലാത്ത ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് അതിന് കൂടുതൽ പുണ്യമുണ്ട് നമുക്കറിയാം. എന്നതുപോലെ പഠിപ്പിക്കപ്പെട്ടതാണ് ദിൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസം. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ സുന്നത്ത് നമസ്കരിക്കുവാൻ, ഒരു തവണ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുവാൻ, ദിക്റുകളിൽ ഏർപ്പെടുവാൻ, പള്ളിയിൽ ജമാഅത്തിന് നേരത്തെ എത്തുവാൻ, 5 വക്ത് ജമാഅത്തിൽ പങ്കെടുക്കുവാൻ ഒക്കെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സമയം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കാൻ വിശ്വാസത്തിൽ പഠിപ്പിച്ചു. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ആ സമയത്ത് ഒരു നന്മയും നീ ഒഴിവാക്കരുത്. വലൗ അൻ തൽഖ അഖാക ബി വജ്ഹിൻ തലഖിൻ, നിന്റെ കൂട്ടുകാരനെ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടു കൂടി കണ്ടുമുട്ടുന്നതടക്കം അതിന് പുണ്യമുണ്ടല്ലോ. ഇത് ഒരാളുടെ തലാഖത്തുൽ വജ്ഹി സദഖാന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചൊരു കാര്യം. ഒരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കൽ പുണ്യമുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു നന്മ അടക്കം എന്തൊക്കെ നന്മകൾ, അത് മുതൽ ഹജ്ജ് വരെ, ഒരു പുഞ്ചിരി മുതൽ ഹജ്ജ് വരെയുള്ള ഏത് നന്മയാണോ നിനക്ക് ചെയ്യാൻ സാധിക്കുക അത്രയും നന്മകൾ നീ അനുഷ്ഠിക്കുക എന്നാണ് ഇവിടെ വിശ്വാസം പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ ഈ ഒരു സമയത്തിന്റെ പ്രാധാന്യം വിശ്വാസികൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നിഅമത്തുണ്ട്. ഈ നിഅമത്തിനെ കുറിച്ച് അള്ളാഹു നടത്തിയിരിക്കുന്ന മനോഹരമായ ഒരു പ്രസ്താവനയാണ് ലൈൻ ശകർത്തും ലഅസീദന്നകും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ തരും. ഇത് വിശുദ്ധ ഖുർആൻ പലയിടത്തും ആവർത്തിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ നന്ദി കാണിക്കുക. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നന്ദി കാണിക്കാൻ പറഞ്ഞ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോ അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹു പറഞ്ഞതിന് ചെലവഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹ്ക്കുള്ള നന്ദിയാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ ലയസീദനക്കും, അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ വീണ്ടും നൽകും. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുത്താൽ അത് നമുക്ക് തീർന്നു പോകുന്ന, പക്ഷേ തീരുകയില്ല എന്നുള്ളത്, തീരാറില്ല എന്നുള്ളത്
നാട്ടിൽ തീരാറല്ല പതിവ് എന്നുള്ളത് നാട്ടിലുള്ള കൊടുക്കുന്ന ആളുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അല്ലെ. കൊടുക്കുന്ന ആൾക്കാർക്കാണല്ലോ വീണ്ടും വീണ്ടും കൊടുക്കാൻ കഴിയാറുള്ളത്. കൊടുക്കാതെ പിടിച്ചു വെച്ചവൻ കാലാകാലം പിടിച്ചു വെക്കും. ഓന്റെ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവില്ല, അവന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ജീവിതത്തിൽ ഭൗതികമായി അള്ളാഹു അനുവദിച്ച ഒരു സുഖം അയാളോട്ട് അനുഭവിക്കാറില്ല. അയാൾ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 2 ലക്ഷം കൂടി ബാങ്ക് ബാലൻസ് കൂടി എന്നുള്ളതല്ലാതെ അയാളുടെ ജീവിതത്തിലോ ലൈഫ് സ്റ്റൈലോ ഒരു മാറ്റമില്ല. അയാൾക്കുള്ളതിനൊരു ബർക്കത്ത് അത് അള്ളാഹ് കൊടുക്കില്ല. കാരണം എന്താ? അയാളെ ധാരണ പിടിച്ചു വെച്ചാൽ ഉണ്ടാവുക. എന്നിട്ട് ഈ പിടിച്ചു വെച്ചയിമേല് അങ്ങോട്ട് കടന്ന് മരിക്കും. അവസാനം ഇതൊക്കെ ആർക്കും ഒട്ടേച്ചിട്ട് അയാൾ പോകും. ചിലപ്പോ അയാൾക്ക് എന്തായാലും ഉപകാരപ്പെടൂല, ഒരു പക്ഷെ അയാളുടെ അനന്തരന്മാർക്ക് ഉപകാരപ്പെടൂല, ഏതെങ്കിലും ആൾക്കാരെ കയ്യിലേക്ക് അത് പിന്നെ പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളത്. ഇത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. ലൈൻ ശകർത്തും ലഅസീദന്നകും. അള്ളാഹു നൽകിയതിൽ നിന്ന് ഒരു പങ്ക് തിരിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകും. ഇവിടെ ഉദ്ഹിയ്യത്തിന്റെ വിഷയത്തിൽ ആ ഒരു നന്ദിയുടെ മനസ്സ് നമുക്ക് ഉണ്ടായാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പല ആളുകളുടെയും ധാരണ ഇത് എനിക്കൊന്നുള്ളതല്ല എന്തായാലും എന്നുള്ളതാണ്. അതിലേക്ക് കിടത്ത ഇപ്പോ നമ്മൾ അതിന്റെ എമൗണ്ട് കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിക്കേണ്ടായി 10,000 രൂപയാണ് നമ്മൾ അതിന് നൽകേണ്ടത്, ഒരു ഷെയർ എന്നുള്ള നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ അതിനുകൾ തയ്യാറാകുന്ന അത് കമ്മിറ്റിക്കാർക്കും അറിയാം, ഓൽക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അത് ഇന്നാളും ഓലൊരു 10-12 ആൾക്കാർ, അല്ലെങ്കിൽ 14 ആൾക്കാർ, അല്ലെങ്കിൽ 25 ആൾക്കാർ, അത് സ്ഥിരം കൂടുന്നവർ അങ്ങനെ കൂടിപ്പോ. അല്ലാത്തവരുമായിട്ട് അതിന് ബന്ധമുണ്ട് അവർക്കാണ് തോന്നുന്നത്. ഇത് അള്ളാഹു നമുക്ക് നൽകിയതിനൊരു തിരിച്ച് നന്ദി കാണിക്കലാണ്. ഇതൊരു വലിയ പ്രതീകമാണ്. ഇത് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു വലിയ പരീക്ഷണത്തിലെ വിജയമാണ്. നേരത്തെ സൂചിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായുള്ള ബന്ധമാണ് എന്നുള്ള ഒരു ബോധം ആ ആളുകളുടെ മനസ്സിലേക്ക് എടുത്തൂല. ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, അല്ലാഹുവേ നീ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണമേ. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ഏത് പ്രായത്തിലാണ് ജീവിതത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സന്താന പരമ്പരയെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കാലത്താണ് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അള്ളാഹു ഇബ്രാഹിം നബിക്ക് സ്വാലിഹായ ഹിൽമുള്ള വിവേകമുള്ള ഒരു സന്താനത്തെ കൊടുത്തു, ഇസ്മായിൽ നബിയെ കൊടുത്തു. അങ്ങനെ ആ കുട്ടി വളർന്നു. ഫലമാ ബലഗ സായ, ആ കുട്ടി വളർന്ന് ഇബ്രാഹിം നബിയുടെ കൂടെ ഇങ്ങനെ ഒരു സഹായിക്കാനും കാര്യങ്ങളിൽ പങ്കെടുക്കാനും ജോലി ചെയ്യാൻ ഒരു ടീനേജിലൊക്കെ എത്തി. ചില ആൾ ഇന്നിപ്പോ പൊതുവെ ആളുകളുടെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്, ടീനേജിലെത്തിയാൽ മക്കള് രക്ഷിതാക്കളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തുകൊണ്ടാണ്? മക്കളും നമ്മളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഊഷ്മളമല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളൊക്കെ പരാതി പറയാം, ഒരു 7ാം ക്ലാസ് എത്തുന്നത് വരെ, 8ാം ക്ലാസ് വരെ ഓള് നല്ല കുട്ടിയേനി, നല്ല കുട്ടിയേനി, പിന്നെ ഓനിങ്ങനെ ഇപ്പൊ എന്നോട് മിണ്ടലന്നില്ല എന്ന് ടീനേജിലുള്ള അഡോളസൻസിലെത്തിയ മക്കളെ കുറിച്ച് രക്ഷിതാക്കളെ ഭൂരിഭാഗവും പരാതി പറയുന്ന അവസ്ഥയുണ്ടാകുന്നത് ആ നമ്മളും മക്കളും തമ്മിലുള്ള ബന്ധം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹായിക്കാനുള്ള ഒരു പ്രായം എത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൂചിപ്പിച്ച ഈ അഡോളസൻസിൽ ഇസ്മായിൽ നബി എത്തിയില്ല, ടീനേജിൽ എത്തിയില്ല. അങ്ങനെ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി പറയുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കാനുള്ള ഒരു പ്രായത്തിൽ എത്തിയപ്പോ അപ്പോഴാണല്ലോ ആ കുട്ടിയോടുള്ള സ്നേഹവും ആ കുട്ടി തനിക്ക് സഹായത്തിന് ലഭിക്കുന്ന വിശ്വാസമൊക്കെ. ആ സമയത്താണ് ഇബ്രാഹിം നബി മോനെ ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് പറയാൻ എന്തുകൊണ്ട്, എങ്ങനെ ഇബ്രാഹിം നബിക്ക് പറ്റി? ഇബ്രാഹിം നബിയും മക്കളും തമ്മിലുണ്ടായിരുന്ന, ഇബ്രാഹിം നബിയും ഇസ്മായിൽ തമ്മിലുണ്ടായിരുന്ന, ഇസ്മായിൽ നബി തമ്മിലുണ്ടായിരുന്ന ആ ഒരു റാപ്പ്, ആ ഒരു ബോണ്ടാണ് ഇതിന്റെ കാരണം. ആ ബന്ധമാണ് ഈ ബന്ധം. ഈ ഒരു ഊഷ്മളമായ ബന്ധം നമ്മളും മക്കളും തമ്മിൽ തുറന്ന കമ്മ്യൂണിക്കേഷൻ, ഓപ്പണായി സംസാരിക്കുവാനുള്ള ആത്മബന്ധം. നമ്മുടെ മോൾക്കോ നമ്മുടെ മോനോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവൾക്ക് അത് ഓപ്പണായി എന്നോട് സംസാരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ്, ബന്ധത്തിലാണ് ഞാനും അവനും ഉള്ളത് എന്ന് പറയാവുന്ന ഒരു ആത്മബന്ധം നമ്മളും മക്കളും തമ്മിൽ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ
സംഗതി നമുക്ക് മക്കളോട് തുറന്നു പറയാൻ പറ്റും. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു സ്വപ്നമൊന്നും ഉണ്ടാവില്ല, നമ്മളാരും അമ്പിയാക്കളല്ല. അഥവാ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി നോക്കുക, ഏത് വാപ്പാക്കാണ് ഇന്ന് മക്കളോടത് പറയാൻ ധൈര്യം ഉണ്ടാവുക? ഓനോട് ഞാന് എന്ന് ചിന്തിക്കുന്ന ഒരു ബന്ധമേ നമ്മളും മക്കളും തമ്മിൽ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടി ആരും പറഞ്ഞിട്ടില്ല, ഇതിന്ന് പറയേണ്ടതുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ഒരു ഇഷ്യൂ, നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു 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 പിന്നെ പ്രോബ്ലം മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും മറ്റൊരാളെ ഇടയാളനാക്കേണ്ടി വരുന്നുവെങ്കിൽ, ഒരു മീഡിയേറ്റർ വെക്കേണ്ടി വരുന്നുവെങ്കിൽ, നാട്ടിലെ കാരണവരെ മധ്യസ്ഥരാക്കേണ്ടി വരുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ പോരായ്മയാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കാത്തുവൃക്ഷ അതായിരുന്നു. അതുകൊണ്ടാണ് ഇസ്മായിൽ നബിയോടത് പറയാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചത്. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. അതുകൊണ്ട് നടക്ക് എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞത്. അതുകൊണ്ട് നടക്ക് എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞു. ഞാനത് സ്വപ്നം കണ്ടിട്ടുണ്ട്, നടക്ക് കാട്ടിക്ക് എന്നല്ല പറഞ്ഞത്. എന്താണ് നിന്റെ അഭിപ്രായം? അതാണ് ഒരു ഷൂറ, കാര്യങ്ങൾ കൂടിയാലോചിച്ച് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മനോഹരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാരമ്പര്യം അതാണ്. ഫൻദുർ മാദാ തറ, എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാനുള്ള മാനസികാവസ്ഥ. കാല ഇബ്രാഹിം നബി വളർത്തിയ മകനായതുകൊണ്ട് ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി, യാ അബതി ഇഫ്അൽ മാ തുമർ. ഉപ്പ എന്താണ് അതാ വിശ്വാസാണല്ലോ. ഇന്റെ ഉപ്പ കള്ളം പറയില്ല. ഇന്റെ ഉപ്പ ഞാൻ തമ്മിലുള്ള ബന്ധം അതാണ്. എന്റെ ഉപ്പ എനിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അതാണ്. യാ അബതി ഇഫ്അൽ മാ തുമർ. എന്താണോ പടച്ച റബ്ബ് നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തോളി ഉപ്പച്ചി. സതജിദിനി ഇൻഷാ അല്ലാഹു മാ സാബിരീൻ. ചെയ്യാൻ പോണ കാര്യം അത്രയും ഗൗരവമുള്ളതാ. അതുകൊണ്ടാ പറഞ്ഞത്, എന്നെ നിങ്ങൾക്ക് ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാൻ പറ്റും. ഞാൻ ക്ഷമിക്കും. വേദന ഉണ്ടാവും എനിക്കറിയാം, പ്രയാസം ഉണ്ടാവും എനിക്കറിയാം, എന്റെ ലൈഫാണ് തീരുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ ക്ഷമിക്കും. ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫലമ്മാ അസ്ലമാം വതല്ലഹു ലിൽ ജബീൻ. അങ്ങനെ അദ്ദേഹത്തെ നെറ്റിചരിച്ച് കിടത്തി. വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയാ. ഇബ്രാഹിം, താങ്കളുടെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അപ്രകാരം നാം നന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള പ്രതിഫലം നൽകുന്നതാണ്. സൂറത്ത് സാഫാത്തിലെ 100 മുതലുള്ള ആയത്തുകൾ നമുക്ക് ഈ ഭാഗം കാണാൻ സാധിക്കും. മറ്റൊരു മഹത്തായ ബലിമൃഗത്തിലൂടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്തു. പകരമായിട്ട് ഒരാളിനെ കൊടുത്തു. ഇങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിന്റെ അള്ളാഹ് നമ്മളോട് ആരോടും അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു മകന്റെ വിഷയം നമ്മളോട് സംസാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറഞ്ഞത് എന്താ? ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നിങ്ങളൊരു ബലിമൃഗത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. എന്നിട്ട് അത് പറയുമ്പോ നമ്മുടെ മാനസികാവസ്ഥ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട്? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ബലി അറുക്കാത്ത മനുഷ്യന്മാര്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നമ്മളത് എങ്ങനെ വായിക്കണം നമുക്കറിയില്ല. മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യക്രിബന്ന മുസല്ലാന. കഴിവുണ്ടായിട്ട് അത് നമ്മൾ ശരിക്കും നമ്മളായിട്ട് മനസ്സിലാക്കുക. ഒരാളുടേതും വേറൊരാൾക്കും അറിയില്ല, എന്റേത് എനിക്കറിയാം. കഴിവുണ്ടായിട്ട് ഉലുഹിയ്യത്ത് അറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട. ഇത് ഫിഖിയായ ഒരു പിന്നെ ഹുക്കുമല്ല. അവര് വരണ്ട എന്ന് പറഞ്ഞാൽ അവന് ഹലാല നിലക്ക് ഒരു ഹുക്കുമല്ല. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു വാണിംഗ് ആണ്. ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക. ഓരോ വിശ്വാസിയും നമസ്കാരത്തിൽ ഖുൽ ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മം, വമഹ്യായ വമമാത്തി, എന്റെ ജീവിതം, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്കാണ് എന്നുള്ളത് ഓരോ ദിവസവും നമ്മളൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിലുള്ളൊരു വാക്കാണ് വനുസുക്കി, എന്റെ ബലികർമ്മം. ഒരിക്കൽ പോലും ബലിയർത്തിട്ടില്ലാത്ത ഒരാൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ബലി എന്താണ് എന്നത് അതിനുവേണ്ടി നൽകേണ്ടുന്ന ഒരു സംഖ്യ കൊടുത്തിട്ടില്ലാത്ത ഒരാൾ, അതിലൊന്നും പങ്കെടുത്തിട്ടില്ലാത്ത ഒരാൾ, എന്റെ ബലികർമ്മം നിനക്കാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ തന്നെ നമ്മുടെ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് തീരുമാനിക്കേണ്ടുന്ന സമയത്ത് നമ്മളത് തീരുമാനം എടുക്കുക. അതിനുവേണ്ടി നമ്മൾ കൊടുത്താൽ അത് പടച്ചോനെടുക്കലും നഷ്ടാകൂല. ലൈൻ ശകർത്തും ലഅസീദന്നകും. അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന, അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സദ്വൃത്തരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ ഗഫാർ
വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു കാഫത്തൻ ലിന്നാസ് ബിത്തബ്ശീർ വൽഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാൽ അഖിയാർ മാ ദാമത്തിസ് സമാവാതി വൽ അർളി മാ തഅഖബത്തുൽ ദുൽമാത് വൽ അൻവാർ മാ ബഅദത്തുല്ലാഹ്. വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഉപദേശിക്കുക. ഈ ഒരു സമയത്തിൻ്റെയും അതേപോലെ തന്നെ മാസത്തിൻ്റെയും പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി നന്മയിലൂടെ മുൻകടക്കുവാനും എങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കുമോ ആ നിലക്ക് നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.